കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് അതിശക്തമായ മഴയാണ് ലഭിച്ചതെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. പുലർച്ചെ 2 മണിക്കും 3 മണിക്കുമിടയിലാണ് മിക്ക മണ്ണിടിച്ചിലുകളും ഉണ്ടായതെന്നും മന്ത്രി വ്യക്തമാക്കി. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി 4 പേരെ കാണാതായ സംഭവത്തിൽ ഇതുവരെ 2 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇടുക്കി അടൂർമല സ്വദേശിനി സുമതിയുടെയും പീരുമേട് അടൂർമല സ്വദേശി പ്രഭാകരന്റെയും മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും കോട്ടയം, ഇടുക്കി, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ മുതൽ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, പ്രത്യേകിച്ച് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ വളരെ ശക്തമായ മഴയും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകളിലും ഒറ്റപ്പെട്ട കനത്തതുമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തത്. ഇടുക്കിയിൽ 3 ഇടങ്ങളിൽ, ഒരിടത്ത് ഉരുൾപൊട്ടലും 2 ഇടത്ത് മണ്ണിടിച്ചിലും, അതുപോലെ തന്നെ കോട്ടയത്തും വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്ന ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലും വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ വലിയ രീതിയിൽ നദികളിൽ വെള്ളം നിറയുന്ന സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കോട്ടയത്തും ഇടുക്കിയിലുമായി 4 പേരെ ആയിരുന്നു ഈ മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നത്. അത് 3 പേരുടെ മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് കടൽ ക്ഷോഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് 2 പേരെ കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. കേരളത്തിൽ 5 ദിവസം തുടർച്ചയായി മഴ ലഭിക്കുന്ന കേന്ദ്ര മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂട്ടി ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്തെ 10 അണക്കെട്ടുകളിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടിട്ടുണ്ട്. നെയ്യാർ, മംഗലം അണക്കെട്ടുകളും ഉടൻ തുറക്കുമെന്നും റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ അറിയിച്ചു. 24 മണിക്കൂറിനുള്ളിൽ വലിയ രീതിയിലുള്ള അളവിലുള്ള മഴയാണ് പലയിടത്തും, പ്രത്യേകിച്ച് പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിൽ ലഭിച്ചത്. റാന്നി, നേര്യമംഗലം 200 mm ആണ് മഴ റിപ്പോർട്ട് ചെയ്തത്. 200 mm മുകളിൽ 357 വരെ അത്തിക്കയം, വടശ്ശേരിക്കര, അതുപോലെ തന്നെ തെക്കേക്കര ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വീടുകൾ ചില സ്ഥലങ്ങളിലൊക്കെ തകർന്നായിട്ട് റിപ്പോർട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും രാത്രി 2 മണിക്കും 3 മണിക്കും ഇടയിലാണ്, 2:30ക്കും 3 മണിക്കും ഇടയിലാണ് ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. സംഭവം അറിഞ്ഞ ഉടനെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരും പോലീസും നാട്ടുകാരും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തെത്തി എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈ ചാനൽ ന്യൂസ്, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.